അതീവ ഗുരുതരമായ രാജ്യത്തിൻ്റെ ആഭ്യന്തര ആഭ്യന്തര കാര്യങ്ങൾക്ക് പോലും ഭീഷണി ഉണ്ടാകുന്ന അതീവ ഗുരുതരമായ ഒരു വിഷയമാണ് കഴിഞ്ഞ 2 ദിവസമായി ചാനലുകളിൽ കറങ്ങുന്നത്. അത് എത്ര കണ്ട് ഗൗരവത്തോടുകൂടി കേരള സമൂഹം എടുത്തിട്ടുണ്ടെന്നറിയില്ല, രാജ്യമെടുത്തു എന്നറിയില്ല. 2 വർഷക്കാലമായി സുരക്ഷാ പദ്ധതികളില്ലാതെ എയർ ചെയ്യാൻ എടുക്കുന്ന വീഡിയോയും ലൈവ് കാര്യങ്ങളും എയർ ചെയ്യാനും അപ്ലോഡ് ചെയ്യാനും ഡൗൺലോഡ് ചെയ്യാനൊന്നും ഒരു നിയമപരമായി അവകാശമില്ലാത്തൊരു ചാനൽ കോടിക്കണക്കിന് രൂപയുടെ പരിപാടികൾ നടത്തുന്നു. ഞാൻ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. എങ്ങനെ ഇത് സംഭവിക്കുന്നു? അപ്പോൾ ചില ചോദ്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഒരു 2 മാസം മുമ്പ്, 2 മാസം ആയില്ലെന്നാണ് തോന്നുന്നത്, അതായത് ശോഭാ സുരേന്ദ്രൻ പാലക്കാട് മത്സരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഈ റിപ്പോർട്ടർ ചാനലിനെതിരെ അതിശക്തമായി ശോഭാ സുരേന്ദ്രൻ നാളെ ഞാൻ കാര്യങ്ങൾ പുറത്തു വിടുന്നു, അടുത്ത ആഴ്ച പുറത്തു വിടും, ഞാനിത് പൂട്ടും എന്ന് പറഞ്ഞ് ശോഭാ സുരേന്ദ്രൻ പുറത്തു വിടുമെന്ന് പറഞ്ഞു. ആ ശോഭാ സുരേന്ദ്രൻ സിംഹം പോലെ പുള്ളി പോലെ വന്ന ശോഭാ സുരേന്ദ്രൻ പൂച്ചയെപ്പോലെ മെരുങ്ങിയിരിക്കുന്നു. ആരാണ് മെരുക്കിയത്? വലിയൊരു ചോദ്യമാണ്. പിണറായി വിജയനും മാർക്സിസ്റ്റ് പാർട്ടിക്കും അനുകൂലമായി ഇത്രമാത്രം PR വർക്ക് ചെയ്യുന്ന മറ്റൊരു ചാനലില്ല. അത് അവരുടെ അന്തിച്ചർച്ചയായാലും അടുപ്പൂട്ടി ചർച്ചയായാലും അവരുടെ ബൈറ്റുകളായാലും പിന്നെ അരുൺ അടക്കമുള്ള ആളുകളുടെ പിന്നെ സ്റ്റോറികളായാലും സ്കൂപ്പുകളായാലും ഏതായാലും എല്ലാ കോപ്പും സകലതും പിണറായിയെയും CPMനെയും വെള്ളപൂശുന്നതാണ്. അങ്ങനെ വെള്ളപൂശുന്നൊരു ചാനലിനെ BJPയുടെ വലിയൊരു നേതാവായിട്ടുള്ള ശോഭാ സുരേന്ദ്രൻ പൂട്ടുമെന്ന് പറഞ്ഞ് ഇറങ്ങിപ്പുറപ്പെട്ട് അതിൻ്റെ ഭാഗമായി ചില വിശേഷങ്ങൾ പുറത്തുവിടുമെന്ന് പറഞ്ഞിട്ട് എന്ത് സംഭവിച്ചു? വളരെ കൃത്യമായ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, 2 വർഷമായി ഇവർക്ക് എവിടെ നിന്നാണ് ഇത്രയും പണം? മെസ്സിയെ കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ ആ മുതലാളി പറയുകയാണ് 100 കോടി കൊടുക്കാം. അങ്ങനെയാണോ പറയേണ്ടത്? ഏതെങ്കിലും 10,000 കണക്കിനോ ലക്ഷക്കണക്കിന് ഡോളർ ഉള്ള കോടിക്കണക്കിന് ഇപ്പോൾ ടാറ്റ, ബിർള, അദാനി പോലുള്ള വലിയ പണമുള്ള, ഇപ്പോൾ ലുലു മാളിൻ്റെ യൂസഫ് അലിയെ പോലുള്ള വലിയ കാശുള്ള മുതലാളിമാരാണെങ്കിലും അവർ പറയും ഇത്ര രൂപ കൊണ്ട് ഞാനൊന്ന് സ്പോൺസർ ചെയ്യാം, നോക്കട്ടെ എന്ന് പറയുന്നതിന് പകരം കേൾക്കുന്ന മെസ്സി വരണമെങ്കിൽ 100 കോടി ആവശ്യമുണ്ട്, ഞാനിതാ 100 കോടി സ്പോൺസർ ചെയ്യുന്നു എന്ന് അഗസ്റ്റിൻ ബ്രദേഴ്സിന് പറയാൻ പറ്റണമെങ്കിൽ ആരാണ് പിറകിൽ? ഹാരിസ് അബൂബക്കറെ പോലെയുള്ള ആരോ നിയന്ത്രിക്കുന്നുണ്ട്. ആ അജ്ഞാതൻ ആരാണ്? ശോഭാ സുരേന്ദ്രൻ നിശബ്ദമായതിൻ്റെ പിന്നിൽ എന്താണ്? അടുത്ത ചോദ്യം. അതുപോലെ തന്നെ 2 വർഷമായി ഹോം ഡിപ്പാർട്ട്മെൻറ്റും ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും ഇവർ ലൈസൻസ് പുതുക്കിയിട്ടില്ല എന്നും ലൈസൻസ് കിടക്കുന്നത് നികേഷ് കുമാറിൻ്റെ പേരിലാണെന്നും ഇവർ അറിയാത്തതാണോ? അറിഞ്ഞിട്ടും മൗനം പാലിക്കുകയാണോ? അങ്ങനെ മൗനം പാലിക്കുകയാണെങ്കിൽ ഒരേ സമയം CPMനെയും അതേസമയം BJPയെയും പിന്നെ കോൺഗ്രസിനെയും എല്ലാം കയ്യിലെടുക്കാൻ പറ്റിയിട്ടുള്ള ആ മുതലാളി ആരാണ്? ആ ഡോണർ ആരാണ്? ആ ഡോളർ എവിടെ നിന്നാണ്? വളരെ കൃത്യമായ ചില ചോദ്യങ്ങളാണ് സമൂഹം ഉയർത്തേണ്ടത്. അതിനകത്ത് ഡോക്ടർ അരുൺകുമാർ ജോലി ചെയ്യുന്നുണ്ടോ? സ്മൃതി പരുത്തിക്കാട് ജോലി ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ മാധു ജോലി ചെയ്യുന്നുണ്ടോ? സുജയ പാർവതി ജോലി ചെയ്തിരുന്നു? അതൊക്കെ ഇമ്മെറ്റീരിയലാണ്, അതൊന്നും വിഷയമല്ല. അതെല്ലാം പിന്നെ രണ്ടാമത് വരുന്ന കാര്യമാണ്. ഒന്നാമത് രാജ്യസുരക്ഷയ്ക്ക് ഭീഷണിയാകുന്ന രീതിയിൽ ഒരു ചാനലിന് അംഗീകാരവും അധികാരവുമില്ലാതെ 2 വർഷം പ്രവർത്തിച്ചു. 2 ആഴ്ചയോ 2 മാസമോ അല്ല, 2 വർഷം പ്രവർത്തിച്ചു. അതിന് ക്ലിയറൻസ് ഇല്ല. ഒന്നാമത്തെ വിഷയം, സുരക്ഷാ ക്ലിയറൻസ് ഇല്ല. ഇപ്പോൾ സാബു ജേക്കബ് എന്ന് പറയുന്ന 2020യുടെ നേതാവായിട്ടുള്ള സാബു ജേക്കബ് ഹൈക്കോടതിയിൽ പോയി അതിന് ഉത്തരവ് അനുകൂലമായി വാങ്ങുകയും കഴിഞ്ഞ 48 മണിക്കൂറിന് മുമ്പ് തന്നെ ഈ വിഷയങ്ങൾ പുറത്തുവിടുകയും ചെയ്തിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലും കൊടുക്കാൻ റിപ്പോർട്ടർ ചാനൽ തയ്യാറായിട്ടില്ല. അവർ ആരും ഇതിനെതിരെ കോടതിയിൽ പോയിട്ടുമില്ല. എന്നിട്ട് നേരത്തെ തന്നെ ഇപ്പോൾ മറ്റ് ചാനലുകളും യൂട്യൂബ് ചാനലുകളുമെല്ലാം
റിപ്പോർട്ടറിനെ അപകീർത്തിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ കൊണ്ടൊരു കേസ് കൊടുത്തു, കേരളത്തിൽ കൊടുക്കാതെ. കാരണം കേരളത്തിലെ ജഡ്ജിമാർക്ക് റിപ്പോർട്ടറിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ, മരമുറി കഥകളൊക്കെ അറിയാമെന്നുള്ളതുകൊണ്ട് ഒന്നും അറിയാത്തൊരു ബാംഗ്ലൂരിൻ്റെ ഒരു കേസ് കൊണ്ട് കൊടുത്തു. പക്ഷേ അത് ആ കോടതി കളഞ്ഞു എന്ന് മാത്രമല്ല, പിഴ ചുമത്തി 10,000 രൂപയോ മറ്റോ പിഴയും ചുമത്തി. ഇതുപോലത്തെ കള്ളക്കേസുകളും എടുത്തുകൊണ്ട് വരരുതെന്ന് പറഞ്ഞ് റിപ്പോർട്ടർ ചാനലിനെതിരെ പിഴ ചുമത്തി. നമുക്ക് റിപ്പോർട്ടർ ചാനലെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചാനലിനെന്ന് പറഞ്ഞ് നമുക്ക് എതിർപ്പില്ല. പക്ഷേ നമുക്ക് അങ്ങനെ ആവശ്യമില്ല. എല്ലാവർക്കും ചാനൽ നടത്താം. എനിക്കും പണം, ഞാനിപ്പോൾ യൂട്യൂബാണ് നടത്തുന്നത്, നാളെ പണമുണ്ടെങ്കിൽ എനിക്കും ചാനൽ നടത്താം, അതൊന്നൊരു വിഷയമല്ല. പക്ഷേ ലൈസൻസും നിയമവ്യവസ്ഥകളും ഒക്കെ പാലിക്കാതെ പോകാൻ കഴിയുന്നുവെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള വലിയ ബിഗ് ഷോട്ട് ആരാണ്? ഇത് കുറച്ചുകൂടി പരസ്യമായി സുതാര്യമായി പറഞ്ഞുകൊണ്ട് ബിസിനസ് ചെയ്യേണ്ടേ. അത് ബിസിനസ്സാണല്ലോ. അപ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള പണം ഒഴുകുന്നത് എവിടെ നിന്നാണ്? കള്ളപ്പണമാണോ, നല്ല പണമാണോ, ബ്ലാക്ക് മണിയാണോ, അതോ ഡോളർ മണിയാണോ? ഏത് രൂപത്തിലാണ് പണം കിട്ടുന്നത്? എവിടെ നിന്നാണ് പണം കിട്ടുന്നത്? ആരാണ് എല്ലാം അദൃശ്യനായി നിന്ന് നിയന്ത്രിക്കുന്നത്? ഒരു വശത്ത് പിണറായിയെ ശരിയാക്കണം, കോൺഗ്രസിനെ ശരിയാക്കണം, BJPയും ശരിയാക്കണം, കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോവുകയും ചെയ്യണം. ആവശ്യം പോലെ പണം വാരി എറിയുന്നുമുണ്ട്. എവിടെ നിന്നാണ് ഈ പണം? ആരാണിത് നിയന്ത്രിക്കുന്നത്? ആ അജ്ഞാത ശക്തി ആരാണ്? അജ്ഞാതൻ ആരാണ് എന്ന് കേരള സമൂഹത്തിന് അറിയാൻ താല്പര്യമുണ്ട്. നിർബന്ധമായും അത് പുറത്ത് പറയും എന്ന് തന്നെ നമുക്ക് കരുതാം. പക്ഷേ നാളിതുവരെ വലിയ ബഹളം സാബു ജേക്കബും പറഞ്ഞിട്ടും രാജീവ് ചന്ദ്രശേഖർ കുറച്ച് ബഹളം ഉണ്ടാക്കിയിട്ടും എല്ലാം പുറത്ത് വിടുമെന്ന് ശോഭാ സുരേന്ദ്രൻ പറഞ്ഞതിന് ശേഷം ഒന്നും പുറത്ത് വിടാതെ അടക്കി വയ്ക്കാൻ ആരാണ് ഇവരെ എല്ലാവരെയും, അതുപോലെ ഇടതുപക്ഷത്തെയും വലതുപക്ഷത്തെയും BJPയും എല്ലാ പക്ഷങ്ങളെയും എല്ലാ പാർട്ടികളെയും ഒരേ സമയം കെട്ടാൻ, ഒരു ചരടിൽ കെട്ടാൻ ഒരു ചരൽ കോർത്ത മാല പോലും പൂക്കൾ പോലെ വിവിധ പാർട്ടികളെ ഒന്നിച്ച് നിർത്താൻ കഴിയുന്ന ആ അജ്ഞാതൻ അജ്ഞാത, സ്ത്രീയാണോ പുരുഷനാണെന്ന് പോലും നമുക്കറിയത്തില്ല, ആരാണ്? അത് ഭരണവ്യവസ്ഥയെ സ്വാധീനിക്കുന്ന അത്രമാത്രം സ്വാധീനമുള്ള വ്യക്തിത്വം ഏതാണ് എന്നറിയാൻ നമുക്ക് താല്പര്യമുണ്ട്. പക്ഷേ ഇത് തൊട്ടവരെല്ലാം കളഞ്ഞിട്ട് പോകുന്ന രീതിയാണ്. ശോഭാ സുരേന്ദ്രൻ കുറച്ച് ബഹളം ഉണ്ടാക്കി, അവർ കളഞ്ഞിട്ട് പോയി. ഇപ്പോൾ സാബു ജേക്കബ് ബഹളം ഉണ്ടാക്കുന്നു. അതിന് എത്ര കാലം കൊണ്ടുപോകും? അതോ കോംപ്രമൈസിലേക്ക് പോകുമോ? നമുക്കറിയേണ്ടത് സാബു ജേക്കബ് എന്ന വ്യവസായി ജയിക്കുമോ? അജ്ഞാതനായ റിപ്പോർട്ടർ ചാനലിന് പണം കൊടുക്കുന്ന, അതിനെ അജ്ഞാതനായി നിന്ന് നിയന്ത്രിക്കുന്ന അജ്ഞാതൻ ജയിക്കുമോ? ഹാരിസ് അബൂബക്കർമാർ ഇപ്പോൾ എവിടെയാണ്? അവർ ഏത് ചാനലിൽ എവിടെയാണ് കയറിപ്പറ്റിയിരിക്കുന്നതെന്നും കൃത്യമായി അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതാണ്. ED അന്വേഷണം, ഒരു ചെറിയ അന്വേഷണം ED നടത്തിയിരുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പോൾ കേസെടുത്തിട്ട് വിപുലമായ അന്വേഷണത്തിലേക്ക് ED റിപ്പോർട്ടർ ചാനലിൻ്റെ സാമ്പത്തിക സ്രോതസ്സിനെ സംബന്ധിച്ച് വിപുലമായ അന്വേഷണത്തിലേക്ക് ED കടക്കുന്ന ഘട്ടം കൂടിയാണ്. അപ്പോൾ എന്തായാലും വളരെ രസകരമാണ്. ആരാണ് അജ്ഞാതൻ? എവിടെ നിന്നാണ് ഈ പണം വരുന്നത്? ഇതറിയാൻ കേരള പൊതുസമൂഹത്തിന് വലിയ താല്പര്യമുണ്ട്.